Computer Practical Class C++ Programming. നമ്മൾ ഇതുവരെ പഠിച്ചത് C++ പ്രോഗ്രാമിങ്ങിൻ്റെ തിയറി പാർട്ടാണ്. ഇനി നമ്മൾ പോകുന്നത് C++ പ്രോഗ്രാമിങ്ങിൻ്റെ തന്നെ പ്രാക്ടിക്കൽ പാർട്ടിലേക്കാണ്. അത് പ്രാക്ടിക്കൽസ് ചെയ്യാൻ വേണ്ടി നിങ്ങളിപ്പം ഒരു കമ്പ്യൂട്ടറിനെ ആശ്രയിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വീടുകളിലിരുന്ന് സ്വന്തം മൊബൈൽ ഉപയോഗിച്ച് പ്രാക്ടിക്കൽ ചെയ്യാനുള്ളൊരു സൗകര്യം ഞങ്ങൾ തയ്യാറാക്കി തരുന്നുണ്ട്. അപ്പം ആ പറയുന്ന രീതി അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രാമുകളെ കമ്പൈൽ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഔട്ട്പുട്ടുകൾ കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ കാണുന്ന ഔട്ട്പുട്ടും പ്രോഗ്രാമുകളും എല്ലാം ഞങ്ങൾക്ക് അയച്ചു തരണം. ആ അയച്ചു തരേണ്ട ഫോർമാറ്റും എല്ലാം ഞങ്ങൾ പറഞ്ഞു തരും. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഈ തരുന്ന പ്രോഗ്രാം അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് പ്രാക്ടിക്കലിൻ്റെ അറ്റൻഡൻസ് ഇടുന്നതും നിങ്ങളുടെ പ്രാക്ടിക്കലിൻ്റെ മാർക്ക് കാണുന്നതുമെല്ലാം. അപ്പം അത് ശ്രദ്ധിച്ച് കണ്ട് നിങ്ങൾ എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നതുള്ളത് മനസ്സിലാക്കി ആ പ്രോഗ്രാമുകൾ ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ടുമായിട്ടെല്ലാം ഞങ്ങൾക്ക് അയച്ചു തരിക. നമ്മൾ പഠിച്ച C++ പ്രോഗ്രാമിങ്ങിൻ്റെ പ്രാക്ടിക്കൽ സെക്ഷനിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. അപ്പോൾ പ്രാക്ടിക്കൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നമ്മളുടെ പ്രാക്ടിക്കലിൻ്റെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഗ്രൂപ്പിൽ നിങ്ങളെല്ലാവരും മെമ്പറുമാണ്. അപ്പം അവിടെ നമ്മളൊരു ഓൺലൈൻ C++ കമ്പൈലർ എന്ന് പറയുന്ന ഒരു വെബ് പേജിൻ്റെ ഒരു ലിങ്ക് നമ്മൾ അയച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യുക, ആ ഒരു വെബ് പേജിനെ ഒന്ന് ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ മൊബൈലിലാണെങ്കിലും നിങ്ങളുടെ ഡെസ്ക്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ എവിടെ ആണെങ്കിലും നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്തൊരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇതാണ് അതിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പം ഇവിടെ രണ്ട് ഇൻ്റർഫേസുകളാണ്, അല്ലെങ്കിൽ രണ്ട് ടാബുകളാണുള്ളത്. ഒരു ടാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ main.cpp എന്ന് പറയുന്ന ടാബ്, അതുപോലെ തന്നെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒരു ടാബ്. അപ്പം ഇവിടെ main.cpp എന്ന് പറയുന്ന ടാബിലാണ് നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്. അതുപോലെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന ടാബിലാണ് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പം ഇവിടെ എഴുതുന്ന പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ കിട്ടണമെങ്കിൽ ഇവിടെ റൺ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ആ റൺ എന്ന് പറയുന്ന ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് എവിടെ കിട്ടും? നമ്മളുടെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് ഔട്ട്പുട്ട് വിൻഡോയിൽ ഡിസ്പ്ലേ ചെയ്യും. ക്ലിയർ ആണല്ലോ? അപ്പം ഇനി എങ്ങനെ പ്രോഗ്രാം ചെയ്യാമെന്നുള്ളത് നമുക്കൊന്ന് കുറേ എക്സാമ്പിൾസൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ എക്സാമ്പിൾസിലെല്ലാം വ്യത്യസ്തമായിട്ട് ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹെഡർ ഫയലിന് താഴെയായിട്ട് നമ്മൾ സാധാരണ ഒരു ഡിക്ലറേഷൻ കൊടുക്കാറുണ്ട്, യൂസിങ് നെയിം സ്പേസ് std എന്ന്. അതിവിടെ എഴുതിയിട്ടില്ല, പക്ഷേ എന്നിട്ടും അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് അവിടെ കിട്ടി. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇൻറ്റു മെയിൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ, ഇൻറ്റു മെയിൻ എന്ന് പറയുന്ന സെക്ഷനകത്ത് അല്ലെങ്കിൽ ഫംഗ്ഷനകത്ത് std:\cout എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഈ std:\cout മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അത് ഉപയോഗിക്കാൻ വേണ്ടി ആ ഡിക്ലറേഷൻ നമ്മളിവിടെ കൊടുത്തു. പക്ഷേ നമ്മളിവിടെ സാധാരണ രീതിയിൽ നമ്മൾ കോമൺ ആയിട്ട് ഹെഡർ ഫയലിൻ്റെ താഴെയായിട്ട് നമ്മൾ ആ ഡിക്ലറേഷൻ കോമൺ ആയിട്ട് കൊടുക്കുന്നത് കൊണ്ട് std എന്ന് പറയുന്ന ഈ ഒരു കോഡ് ഉപയോഗിക്കാതില്ല. അപ്പം നമ്മൾ അതങ്ങ് ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ മുകളിൽ യൂസിങ് നെയിം സ്പേസ് std എന്ന് നമ്മളങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ ഒരു സെമിക്കോളനും കൂടെ നമ്മൾ കൊടുക്കുന്നു. ക്ലിയർ ആണല്ലോ? അപ്പം ഇതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ പ്രോഗ്രാം എന്താണോ ആ പ്രോഗ്രാമിനെ എഴുതാൻ പോകണം. ഇപ്പം ഒരു എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു സാമ്പിൾ പ്രോഗ്രാമായിട്ട് ഞാൻ ഒരു പ്രോഗ്രാമിൻ്റെ ക്വസ്റ്റ്യൻ തരികയാണ്. ഡിസ്പ്ലേ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, അതിൻ്റെ അകത്ത് ഇൻപുട്ട് നമ്മൾ യൂസറിൽ നിന്നും ഇൻപുട്ട് ചെയ്യുകയാണ്. അതായത് എത്ര നമ്പർ വരെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളത് ആരാ പറയേണ്ടത്? യൂസറാണ് പറയേണ്ടത്. അപ്പം നമ്മൾ യൂസറിനോട് ചോദിക്കണം, എത്ര നമ്പർ വരെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം, അല്ലെങ്കിൽ എത്ര നമ്പർ വരെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളത് യൂസർ പറയണം. അപ്പോൾ അതിനുവേണ്ടി യൂസറിനോട് നമ്മൾ ചോദിക്കുന്നു. അതിനുവേണ്ടി ഒരു ഔട്ട്പുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചു, cout. ദെൻ ഔട്ട്പുട്ട് ഓപ്പറേറ്ററിനെ ഉപയോഗിക്കുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഡബിൾ കോട്ട്സിനകത്ത് നമ്മൾ എഴുതുന്നു എന്താണ് ചോദിക്കേണ്ടത്, എൻ്റർ ദ ലിമിറ്റ് എന്ന് നമ്മൾ കൊടുത്തു. ക്ലിയർ ആണല്ലോ? അപ്പം ഓരോ സ്റ്റേറ്റ്മെൻറ്റ് കഴിയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? സെമിക്കോളൻ കൊടുത്തിരിക്കണം.
അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പം എൻ്റർ ദി ലിമിറ്റ് എന്ന് പറഞ്ഞ് യൂസറിനോട് ചോദിച്ചു കഴിയുമ്പം യൂസർ ഒരു ലിമിറ്റ് പറയും. അതായത് ഇപ്പോൾ ഒരു നമ്പർ പറയും, ഇപ്പോൾ 5 എന്നാവാം, അല്ലെങ്കിൽ 10 എന്നാവാം, അല്ലെങ്കിൽ 15 എന്നാവാം, അല്ലെങ്കിൽ 8 എന്നാവാം, ഏത് നമ്പർ വേണമെങ്കിലും ആവാം. അപ്പം ആ ഇൻപുട്ടിനെ നമ്മൾ റിസീവ് ചെയ്യണം. റിസീവ് ചെയ്താൽ മാത്രം പോരാ, നമ്മൾ അതിനെ എവിടെയെങ്കിലും ഒരു വേരിയബിളിലേക്ക് സ്റ്റോറും ചെയ്യണം. അപ്പം ആ വേരിയബിളിനെ നമ്മൾ ഇവിടെ ഒന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആ വേരിയബിളിനെ ഒന്ന് ഡിക്ലെയർ ചെയ്തേക്കണം. അപ്പം അതൊരു ഇൻറ്റിജർ വേരിയബിളായിട്ട് ഡിക്ലെയർ ചെയ്യാം. ഇൻറ്റ് എൻ എന്നും പറഞ്ഞ് നമ്മൾ അതിനെ ഡിക്ലെയർ ചെയ്യുന്നു, ആ സ്റ്റേറ്റ്മെൻറ്റ് ക്ലോസ് ചെയ്യുന്നു. ദെൻ അതിനെ നമ്മൾ എൻ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ആ വാല്യൂവിനെ സ്റ്റോർ ചെയ്യണം. അപ്പം അതിനുവേണ്ടി സി ഇൻ എന്ന് പറയുന്ന ഫംഗ്ഷനെ യൂസ് ചെയ്യുന്നു. ദെൻ സി ഇൻ ഫംഗ്ഷനകത്ത് തന്നെ ഇൻപുട്ട് ഓപ്പറേറ്ററായിട്ട് ഡബിൾ ഗ്രേറ്റർ ദാൻ സിമ്പിൾ കൊടുക്കുന്നു. ദെൻ ഏത് വേരിയബിളിലേക്കാണോ ആ ലിമിറ്റ് അല്ലെങ്കിൽ യൂസർ തരുന്ന വാല്യൂ സ്റ്റോർ ചെയ്യേണ്ടത്, ആ വേരിയബിൾ നെയിം കൊടുക്കും. ക്ലിയർ ആണല്ലോ. അപ്പം എൻ എന്ന് പറയുന്ന വേരിയബിളിനെ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അതൊരു ഇൻറ്റിജർ വേരിയബിളാണ്. ആ ഇൻറ്റിജർ വേരിയബിളിലേക്ക് യൂസർ തരുന്ന ഇൻപുട്ടിനെ നമ്മൾ സ്റ്റോർ ചെയ്തു. അപ്പം എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ എത്ര ആയിരിക്കും, യൂസർ എത്രയാണോ വാല്യൂ കൊടുത്തത്, ഇപ്പോൾ 5 ആണെങ്കിൽ എന്നിൻ്റെ വാല്യൂ 5 ആയിരിക്കാം, യൂസർ കൊടുക്കുന്നത് 10 ആണെങ്കിൽ എന്നിൻ്റെ വാല്യൂ 10 ആയിരിക്കാം, അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് n നമ്പേഴ്സിനെ ഡിസ്പ്ലേ ചെയ്യുകയാണ് വേണ്ടത്. അപ്പം ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ കൊണ്ട് സി ഔട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓരോ തവണയും ഡിസ്പ്ലേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡിസ്പ്ലേ ചെയ്യുന്നത് നമുക്ക് എത്ര തവണ ഡിസ്പ്ലേ ചെയ്യണം, n തവണ ഡിസ്പ്ലേ ചെയ്യണം. അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ ഉപയോഗിക്കുന്നത്. അപ്പം അതിനകത്ത് തന്നെ നമ്മൾ ഫോർ ലൂപ്പ് എന്ന് പറയുന്ന ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിനെ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഫോർ ലൂപ്പ് എന്ന് പറയുന്ന ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിനെ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനകത്തേക്ക് ബ്രാക്കറ്റിനകത്ത് നമുക്ക് കണ്ടീഷൻസ് കൊടുക്കാം, ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം, അതുപോലെ ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സിനെ കൊടുക്കാം. അപ്പം ഇതെല്ലാം കൊടുക്കാൻ നമുക്ക് സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റുന്നത് ഫോർ ലൂപ്പിലാണ്. അതുകൊണ്ട് അതിലേക്ക് നമ്മളങ്ങ് അതങ്ങ് യൂസ് ചെയ്യണം. ഫോർ ലൂപ്പ് എന്ന് പറയുന്ന ലൂപ്പിൽ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് ഇനിഷ്യലൈസേഷനാണ്. അപ്പം ഒരു വേരിയബിളിനെ ഇനിഷ്യലൈസ് ചെയ്യുന്നു. ഐ എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ ഞാൻ തൽക്കാലം ഇനിഷ്യലൈസ് ചെയ്യുന്നു = 1 എന്നും പറഞ്ഞു. അതായത് 1 മുതലാണ് എനിക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, അതുകൊണ്ട് 1 എന്നും പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്യുന്നു. ദെൻ ഒരു സെമിക്കോളൻ കൊടുത്ത് ആ സ്റ്റേറ്റ്മെൻറ്റിനെ അവിടെ പൂർത്തിയാക്കി. ഇനി അടുത്ത കണ്ടീഷനാണ് കൊടുക്കേണ്ടത്. അതായത് ഐയുടെ വാല്യൂ എത്ര വരെ പോവാം, 1 മുതൽ എത്ര വരെയാണ് നമ്മുടെ ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവേണ്ടത്. അപ്പം ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവേണ്ടതെന്ന് പറയുമ്പോൾ നമുക്ക് ഐയുടെ വാല്യൂ ഇപ്പം 1 ആണ്, ഇനി 2 ആവണം, 3 ആവണം, 4 ആവണം, എത്ര വരെയാണ് യൂസർ തന്നിരിക്കുന്ന ലിമിറ്റ് അത്രയും വരെ ആവണം. അതായത് ഒരിക്കലും യൂസറിൻ്റെ വാല്യൂവിനെക്കാട്ടിൽ വലുതാവരുത്, യൂസർ തന്നിരിക്കുന്ന വാല്യൂവിനെക്കാട്ടിൽ വലുതാവരുത് നമ്മുടെ ഐയുടെ വാല്യൂ. അപ്പം നമ്മളൊരു കണ്ടീഷൻ കൊടുക്കണം, ഐ ലെസ് ദാൻ n എന്ന് കൊടുക്കാം. പക്ഷേ ലെസ് ദാൻ n എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് n എക്സ്ക്ലൂഡ് ചെയ്യുകയാണ്, അതായത് n ഉൾപ്പെടുത്തില്ല. അപ്പം എന്നിൻ്റെ വാല്യൂ 5 ആണെങ്കിൽ 1 2 3 4 മാത്രമേ വരത്തുള്ളൂ, 5 എന്ന് പറയുന്നത് വരത്തില്ല. അപ്പോൾ 5 കൂടെ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു n എന്നും പറഞ്ഞ് നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റിനെ തിരുത്തി കൊടുക്കണം. ദെൻ അടുത്തത്, ഇനി ഐയുടെ വാല്യൂ ഓരോ തവണയും എന്ത് ചെയ്യണം, ഓരോ വാല്യൂ വീതമായിട്ട് ഇൻക്രിമെൻ്റ് ആണ്. അപ്പം ഐ ++ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നു. അപ്പം അതോടെ ഫോർ ലൂപ്പിൻ്റെ ആ ഒരു ഹെഡർ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ അതിനകത്ത് സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ പറയേണ്ടത്. എന്ത് സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ ഓരോ ലൂപ്പിലും ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പം അതിനുവേണ്ടി ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഒരു ഡബിൾ ബ്രാക്കറ്റിനുള്ളിലാണ് നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എഴുതേണ്ടത്. അപ്പം നമ്മളൊരു ബ്രാക്കറ്റ് കൊടുത്തപ്പോൾ അതിൻ്റെ ക്ലോസിങ് ബ്രാക്കറ്റ് ഓട്ടോമാറ്റിക്കലി വന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറേ അഡ്വാൻറ്റേജ് നമ്മുടെ ഈ വെബ്സൈറ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജോലി കുറയും. അപ്പം ദെൻ ഇപ്പോൾ ഇനി നമ്മളിവിടെ കൊടുക്കേണ്ടത് എന്താ, നമുക്ക് ഔട്ട്പുട്ട് ചെയ്യണം എന്ത് വാല്യൂ ആണെന്നുള്ളത്. അല്ലെങ്കിൽ ഓരോ തവണയും ഐയുടെ വാല്യൂ കൂടുന്തോറും ആ ഐയുടെ വാല്യൂ നമ്മളവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സി ഔട്ട് എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഓപ്പറേറ്ററിനെ ഉപയോഗിക്കുന്നു, ഔട്ട്പുട്ട് ഫംഗ്ഷനെ ഉപയോഗിക്കുന്നു. ദെൻ അവിടെ ഒരു ഔട്ട്പുട്ട് ഓപ്പറേറ്റർ വേണം. എന്താ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ? ഇതാണ് ഡബിൾ ലെസ് ദാൻ സിമ്പിൾ കൊടുക്കുമ്പോഴാണ് അതിനെ ഔട്ട്പുട്ട് ഓപ്പറേറ്ററായിട്ട് പറയുന്നത്. ഇനി നമ്മൾ ഐ എന്നും പറഞ്ഞ് കൊടുത്തിട്ട് സെമിക്കോളൻ കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐയുടെ വാല്യൂ ഒരു തവണ ഇൻക്രിമെൻ്റ് ആവും, ഐയുടെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യും. അപ്പം നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് 1 2 3 എന്നൊക്കെ പറഞ്ഞ് ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ആയിരിക്കും കിട്ടുക. അപ്പോൾ അതല്ല നമുക്ക് വേണ്ടത്, ഓരോ ഐയുടെ വാല്യൂ ഓരോ ലൈനിലായിട്ട് വേണം വരാൻ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എസ്കേപ്പ് സീക്വൻസസ് എന്നും പറഞ്ഞ് /t/n /a എന്നൊക്കെ പറഞ്ഞ് കുറേ എസ്കേപ്പ് സീക്വൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പം അതിൽ ന്യൂ ലൈനായിട്ട് വരണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത്
ഏത് എസ്കേപ്പ് സീക്വൻസിനെയാണ്? /n എന്ന് പറയുന്ന എസ്കേപ്പ് സീക്വൻസിനെയാണ്. അപ്പം അതിനുവേണ്ടി നമ്മളൊരു ഡബിൾ കോട്ട്സ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. ദെൻ അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? /n എന്ന് എഴുതണം. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് 2 സ്ലാഷ് ഉണ്ട്. ഇത് ഒരു സ്ലാഷാണ്, അതുപോലെ തന്നെ ഇതും ഒരു സ്ലാഷാണ്. അപ്പം നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് രണ്ടാമത് നമ്മൾ ടൈപ്പ് ചെയ്ത് സ്ലാഷാണ് ഉപയോഗിക്കേണ്ടത്. അപ്പം അതായത് /n ഇങ്ങനെയാണ് നമ്മൾ എസ്കേപ്പ് സീക്വൻസിൻ്റെ സ്ലാഷ് എഴുതേണ്ടത്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ഐയുടെ വാല്യൂ ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഒരു ഔട്ട്പുട്ട് ഓപ്പറേറ്റർ കൊടുത്ത് അതിനെ സെപ്പറേറ്റ് ചെയ്തു. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടണം. എന്താ ചെയ്യേണ്ടത്? റൺ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പം നമുക്ക് താഴെ റൈറ്റ് സൈഡിലായിട്ട് ഈ ബ്ലൂ കളറിൽ കാണുന്ന റൺ എന്ന് പറയുന്ന ബട്ടണെ നമ്മൾ പ്രസ് ചെയ്യുന്നു. പ്രസ് ചെയ്യുമ്പോൾ ഡയറക്റ്റ്ലി അത് അങ്ങോട്ട് പോയി ഔട്ട്പുട്ട് വിൻഡോയിലേക്ക് ഡിസ്പ്ലേ ചെയ്തു. അവിടെ നമ്മൾ വന്നിട്ടുണ്ട് ഹലോ വേൾഡ് എൻ്റർ ദി ലിമിറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മളൊരു ലിമിറ്റ് കൊടുക്കണം. ഇപ്പോൾ യൂസർ ഒരു 5 എന്ന് പറയുന്ന വാല്യൂ ആണ് ലിമിറ്റായിട്ട് കൊടുത്തതെങ്കിൽ 5 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടി? ഔട്ട്പുട്ട് 1 2 3 4 5 എന്നും പറഞ്ഞ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. അപ്പം ഇവിടെ അതാണ് ഞാൻ പറഞ്ഞത്, /n കൊടുത്തത് കൊണ്ടാണ് 1 2 3 4 5 എന്നിങ്ങനെ ഓരോ ലൈനിലായിട്ട് വന്നത്. അതേസമയം /n കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ എങ്ങനെ വന്നേനെ? 1 2 3 4 5 എന്ന് നേരെ അങ്ങ് വന്നേനെ. ക്ലിയർ ആയോ? അപ്പം അതാണ് നമ്മളുടെ പ്രോഗ്രാം. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയല്ലോ? അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളുടെ പ്രോഗ്രാം ചെയ്യാനും അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. അപ്പം നമ്മൾ ഇതുപോലെ C++ പ്രോഗ്രാമിങ്ങിൻ്റെ ഏത് പ്രോഗ്രാം വേണമെങ്കിലും നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ വെബ് പേജ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഓരോ തവണയും നമ്മുടെ പ്രാക്ടിക്കൽ ഗ്രൂപ്പിൽ ഓരോ ക്വസ്റ്റ്യൻസ് ഇടുന്നതായിരിക്കും. ആ ക്വസ്റ്റ്യൻസ് ഇടുന്നതനുസരിച്ച് നിങ്ങൾ അത് ചെയ്തിട്ട് ആ എഴുതിയ പ്രോഗ്രാമും അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് എന്താണോ ആ ഔട്ട്പുട്ട് നമുക്കവിടെ നമ്മളിവിടെ എൻട്രി ചെയ്ത് ഞങ്ങൾക്ക് അയച്ചു തരണം. അപ്പോൾ അതിനുള്ള രീതിയൊക്കെ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പം തുടക്കത്തിൽ ഞാൻ ഇതൊന്നും നിങ്ങൾ ചുമ്മാ ചെയ്തു നോക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പം ഇതനുസരിച്ച് നിങ്ങൾ ഇത് ചെയ്യുക. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുത്തിയെന്ന് വിചാരിക്കും. ഇപ്പം /n അല്ലെങ്കിൽ ഇവിടെ /i എന്ന് പറയുന്ന ഈ ഒരു ലൈനിൽ 12ാമത്തെ ലൈനിൽ ഞാൻ ഒരു സെമികോളൻ ഇട്ടിട്ടില്ല. അപ്പം ഞാനത് റൺ ചെയ്യുമ്പം സാധാരണഗതിയിൽ എന്താ വരേണ്ടത്? എറർ വരണം അല്ലേ? അപ്പോൾ ഔട്ട്പുട്ട് വിൻഡോയിലേക്ക് വന്നിട്ട് അവിടെ എന്ത് വന്നു? എറർ മെസ്സേജാണ് വന്നത്, ഔട്ട്പുട്ട് അല്ല വന്നത്. പിന്നെ എന്താ? എറർ മെസ്സേജ് വന്നു. അതിനകത്ത് എറർ കാണിച്ചിട്ടുണ്ട് CPP. ഇവിടെ എഴുതിയിട്ടുണ്ട് എന്താ? 12:23 എറർ എക്സ്പെക്റ്റഡ് സെമികോളൻ ബിഫോർ ടോക്കൺ. അതായത് ഐയുടെ ഇവിടെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് 12 cout/i കഴിഞ്ഞിട്ട് ഒരു സെമികോളൻ്റെ കുറവുണ്ട്, മിസ്സിങ് ഉണ്ടെന്ന് നമുക്ക് എറർ കാണിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? main.cpp പോവുക, അവിടെ നമ്മൾ സെമികോളൻ കൊടുക്കുക. ദെൻ റൺ. നമ്മളുടെ ഔട്ട്പുട്ട് വിൻഡോയിലേക്ക് വന്നു, ഔട്ട്പുട്ട് വന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? വാല്യൂ കൊടുത്തു. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടി. ഇപ്പം ഏതെങ്കിലും ഒരു ചില സമയത്ത് നമുക്ക് ഈ പ്രോഗ്രാം ചെയ്തിട്ട് നമ്മൾ റൺ കൊടുക്കുമ്പോൾ വന്നില്ലെങ്കിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഔട്ട്പുട്ട് വിൻഡോ ബ്ലാങ്ക് ആയിട്ട് വരുവാണെങ്കിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ ജസ്റ്റ് വീണ്ടും main.cpp എടുക്കുക, CPP എന്ന് പറയുന്ന ടാബിലേക്ക് വരിക, എന്നിട്ട് നമ്മൾ വീണ്ടും റൺ കൊടുത്തു കഴിയുക. അപ്പം നമുക്ക് ഇപ്പം നോക്കുക, ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ബ്ലാങ്ക് ആയിട്ട് തന്നെ വന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഒന്നുകൂടെ main.cpp പോവുക, എന്നിട്ട് വീണ്ടും റൺ കൊടുക്കുക. അപ്പം നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. അപ്പം ഇതേ രീതിയിൽ നമ്മൾ തരുന്ന എല്ലാ പ്രോഗ്രാമുകളും ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ടും കാണണം. ഇത് നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരണം. അയച്ചു തരേണ്ട രീതിയിലുള്ള വീഡിയോ എന്താണെന്നുള്ളത്, അതിൻ്റെ എങ്ങനെയാണ് അയച്ചു തരേണ്ടതെന്നുള്ളതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയല്ലോ? അപ്പം ഇതേപോലെ നിങ്ങൾ പ്രോഗ്രാം ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടുന്നെങ്കിൽ ഔട്ട്പുട്ട് നോക്കുക. എറർ ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്ത് അത് മനസ്സിലാക്കി അത് എറർ തിരുത്തി നിങ്ങൾ വീണ്ടും പ്രോഗ്രാം ചെയ്യുക. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ എന്നെയോ ഹേമന്ത് സാറിനെയോ വിളിച്ച് ചോദിക്കാവുന്ന സംശയങ്ങൾക്ക് നമ്മൾ ആൻസർ പറയുന്നതായിരിക്കും. അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.